ഭക്ഷണത്തിൽ തന്നെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഫോക്കസ് ഉണ്ടാവും. സോ ഇൻ ദാറ്റ് കേസ് ജംഷദിന്റെ കേസിൽ ഏറ്റവും അടുത്ത് പറയുന്ന കോഫി, ദാറ്റ് ഈസ് സിനോണിമസ് ടു യു അല്ലെ? ജംഷദ് എന്ന് പറയുമ്പോൾ ഓർക്കുന്ന കാര്യമാണ് കോഫി. ആൻഡ് യു ഈവൻ ഹാവ് എ ക്ലബ് ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഡിവോട്ടഡ് ഫോർ ദ കോഫി. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ശരിക്കും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കോഫി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോർ ഓർ ലെസ് ഷുഗറി ഡ്രിങ്ക്സ്. സോ ഹൗ ഡു യു സീ കോഫി, ഓർ ലൈക്ക് ഹൗ ഡു യുവർ ക്ലബ് സീ ദ കോഫി? ആദ്യം പറയേണ്ടത് എൻ്റെ പേര് കറക്റ്റ് അറിയണം കേട്ടോ, കാരണം എല്ലാവർക്കും എൻ്റെ ആഹാരം എന്ന് പറഞ്ഞ പേജ് മാത്രമേ അറിയുള്ളൂ, ഞാൻ ആരാന്നറിയില്ല. ദ സബ്ജക്റ്റ് ഐ എം ടോക്കിംഗ് ഹിയർ ഈസ് അബൌട്ട് കോഫി. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ എപ്പോഴാണ് കോഫിയിലേക്ക് വന്നതെന്നൊന്ന് പറയണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഡ്രിങ്ക് ആണെന്നാണ് ഇത്രയും കാലം വിചാരിച്ചിരുന്നത്. 2 years ബാക്ക് വെൻ ഐ വാസ് ഇൻ കൊച്ചി, ഞാൻ ഒരു കഫേ വിസിറ്റ് ചെയ്യണ്ടായി. അപ്പോൾ ആ കഫേയിൽ ഒരു കോഫി മെനുവിൽ ഞാൻ കണ്ട സാധനമാണ് മൺസൂൺ മലബാർ കോഫി. ഇതിപ്പോൾ എന്താ ഈ സാധനം മൺസൂൺ മലബാർ? എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കേട്ടെന്താ കാപ്പിച്ചീനോ, അമേരിക്കാനോ, എസ്പ്രസോ. ഓ യാ ദാറ്റ്സ് അതെന്താന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ആ മൺസൂൺ മലബാർ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ കൂടെ വേറെ ഫുഡ് ബ്ലോഗർ ഉണ്ടായിരുന്നു. ഹീസ് ആക്ച്വലി വെരി മച്ച് ടു ദ ഫുഡ്. പുള്ളിക്ക് അതിനെക്കുറിച്ച് ഹിസ്റ്ററി അറിയാൻ നോളജ് ഉണ്ട്. അപ്പം ഞാൻ പുള്ളി ചോദിച്ചു എന്താണ് ഈ മൺസൂൺ മലബാർ? സോ നമ്മുടെ ഒരു കോഫി പറിച്ച് കഴിഞ്ഞിട്ട് അതിനൊരു എന്താ പറയുക, ഒരു ടൈമുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യണം. അതിന് ഫെർമെൻറ്റേഷൻ ടൈം എന്നൊക്കെ പറയും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടുന്ന് കോഫി എക്സ്പോർട്ട് ചെയ്ത് നമ്മൾ ഷിപ്പിൽ കൊണ്ടുപോകും അല്ലേ? അപ്പോൾ അവരന്ന് ഇങ്ങനെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ചുറ്റി ഇങ്ങനെ പോകുമ്പം അതിൻ്റെ ഈ കടലിലെ ഹ്യൂമിഡിറ്റി തട്ടി അതിന് ആ പ്രോസസ്സ് ഉണ്ടായി, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കൂടി ബീൻ ഇത്തിരി വലുതാവും. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നീട് സൂയസ് കനാൽ വന്നു. ഈ ട്രാവൽ ഉണ്ടല്ലോ, ജേണി ടൈം, അത് വളരെയധികം റെഡ്യൂസായി. അപ്പോൾ ഇവർക്ക് ഈ ക്വാളിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇത് കൊണ്ടിട്ട് നമ്മുടെ കൊച്ചിയിലെല്ലാം ആസ്പിൻ ബോണ്ട് അവിടെ ചാക്ക് കണക്കിന് കെട്ടിയിട്ടു. ഇപ്പോഴും ഉണ്ട് ആ പ്രോസസ്സ് നടക്കുന്നത്. അത് മംഗലാപുരത്താണ്. അങ്ങനെയല്ല ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് മൺസൂൺ മലബാർ. ഭയങ്കര ക്യൂരിയസ് ആയി. അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ എപ്പോഴും സ്റ്റോറികളുടെ ബാക്കിലാണ് ഓടാറ്. ഈവൻ എൻ്റെ ഫുഡ് കോണ്ടൻറ്റ് കണ്ടാറി ഞാൻ എപ്പോഴും സ്റ്റോറി ട്രൈ ചെയ്യും. എനിക്ക് പുതിയ പുതിയ കണ്ടൻറ്റ് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് ആര് കണ്ടുപിടിച്ചു, എപ്പോൾ ഉണ്ടാക്കി എന്നൊക്കെ പറയണം. സോ ദാറ്റ് മേക്ക് ഐ എം ക്യൂരിയസ് അബൌട്ട് ദ കോഫി. അവിടെയാണ് കോഫിനെ കുറിച്ച് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ എന്താ പറയുക ടോപ്പ് എക്സ്പോർട്ടേഴ്സാണ് ഇന്ത്യ കോഫിയുടെ കാര്യത്തിൽ. എസ്പെഷ്യലി കർണാടക അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ വയനാട്, ഇടുക്കിയിലൊക്കെ കോഫി ഉണ്ട്. എന്നിട്ട് ഞാൻ അത്ഭുതപ്പെട്ടെന്ന് വെച്ചറിയോ, വയനാട് പോയിട്ടൊരു ഫാമിലൊരാളോട് ചോദിക്കുകയാണ് ഇവിടെ എന്ത് കോഫി ഉണ്ടാണ്. എനിക്കറിയില്ല, ഞാൻ മാസം അത് പറിച്ചിട്ട് വിൽക്കും, എനിക്ക് പൈസ കിട്ടും. അയാൾ കോഫി ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അത്രേ കോഫി കൃഷി ചെയ്യുന്ന ആൾ ടേസ്റ്റ് ചെയ്യാതെ പിന്നെ എങ്ങനെ ഈ കോഫിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചു. നോ വൺ കെയർ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇത് നമ്മളൊരു കമ്മ്യൂണിറ്റിക്ക് പകരം ഇതൊരു എൻ്റർടൈനിങ് കൂടിയാണ് കോഫി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു മൊമെൻ്റാണിത്. ദാറ്റ് മേക്ക് ഐ തിങ്ക് ലൈക്ക് നോ ഐ നീഡ് ടു ആക്ച്വലി എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ കോഫി. അപ്പോൾ ഞാൻ ചുറ്റും നോക്കിയപ്പം ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിൽ ഓൾറെഡി ജോലി ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ ഓൾറെഡി കേരളത്തിലുണ്ട്. സോ ഐ തോട്ട് ലൈക്ക് ഐ നീഡ് ടു കണക്ട് എവരി വൺ. അങ്ങനെയാണ് കേരള ബ്രൂവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഫോം ചെയ്തത്. ആ ക്ലബ്ബ് ഇന്ന് ചെയ്യുന്നത് വെച്ചാൽ പീരിയോഡിക്കലി വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് കോഫി ടേസ്റ്റ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. കോഫി ടേസ്റ്റ് ചെയ്യാനൊരു സംഭവമുണ്ട്. അത് ഞാൻ വരും പറയാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ക്ലബിന്റെ പേരൊന്നും കൂടെ പറയാമോ എന്ന് ചോദിക്കുമായിരുന്നു. Can you please repeat the name of the club? Yes. കേരള ബ്രൂവേഴ്സ് ക്ലബ്ബ് എന്നാണ് ക്ലബിൻ്റെ പേര്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനൊരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് എന്ത് ചെയ്യണമെന്നില്ല, എല്ലാവർക്കും ചെയ്യാം. ഫോർ എക്സാമ്പിൾ someone here want to start a cafe. അപ്പോൾ അവർക്കറിയില്ല where to start thinking about coffee, where to procure coffee, what coffee is best. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഏത് കോഫിയാണ് ഇഷ്ടപ്പെടുക, ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. വേൾഡിലി എക്സ്പെൻസീവായ കോഫീസ് കുറേ ഉണ്ട്. കോപ്പി ലുവാക്കിനെ കുറിച്ചല്ല പറയുന്നത്. കോപ്പി ലുവാക്ക് ഈസ് നോട്ട് ലൈക്ക് നമ്മുടെ കോഫി കമ്മ്യൂണിറ്റി അത്ര ഫേവറബിൾ ആയ കോഫിയല്ല. കോപ്പി ലുവാക്ക് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞാൽ മരപ്പട്ടിയുടെ ആ ഒരു പ്രോസസ്സ് വഴി കിട്ടുന്ന കോഫിക്കാണ് കോപ്പി ലുവാക്ക് എന്ന് പറയാം. ബട്ട് ദർ ആർ ലൈക്ക് അതർ ബീൻസ് കോഫി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്തരം കോഫികൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഞാൻ ട്രൂ ആയി പറയാം. കാരണം വെച്ചാൽ ഞാനിപ്പം ഇന്ന് രാവിലെ കുടിച്ചത് പോർ ഓവർ ചെയ്ത ഒരു കോഫിയാണ്. അതിന് റോസ് പെറ്റലിൻ്റെ സ്മെല്ലും ടേസ്റ്റുമാണ്. ഞാനത് കൊണ്ടിട്ട് ഒരാൾ പറയുന്നത് റോസ് പെറ്റലിൻ്റെ ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറയും ഇതും കയ്പ്പാണ്, ഇതും കോഫിയാണ്. അപ്പോൾ നമുക്കത് അറിയില്ല ഒരു കോഫി എത്രത്തോളം ടേസ്റ്റാണ്. അതിന് നമ്മുടെ നാവ് അതിന് ട്യൂൺ ചെയ്യണം ശരിക്കും. അപ്പം വേൾഡിലെ ആൾക്കാർ ഈ സ്പൈസ്ലെസ് ആയ ഫുഡ് കഴിച്ച് അവർക്ക് ഇത് ഫെമിലിയറാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ നല്ല സ്പൈസി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മുടെ നാവിന് പൊതുവേ അറിയില്ല. എത്രത്തോളം സീരിയസ് ആണ് കോഫി എന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കോഫി കുടിക്കുന്ന ഒരാൾ
ടേസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട സാധനമാണ് വാട്ടർ ഡിഫറൻസ്. നിങ്ങളെ മുമ്പിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടാവില്ലേ, ആ വെള്ളത്തിനും നിങ്ങളെ വീട്ടിൽ നിന്ന് കുടിക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ശരിക്കും അതുണ്ട്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയാണ്. ഞങ്ങളൊരു കപ്പ് 3-4 കപ്പ് വെക്കും, പലതരം പച്ചവെള്ളങ്ങൾ അതിൽ ഒഴിക്കും, എന്നിട്ട് ടേസ്റ്റ് ചെയ്യും സ്പൂൺ വെച്ചിട്ട്, എന്നിട്ട് അതിന് നോട്ട് ചെയ്യും ഞങ്ങൾക്ക് ഇന്ന ഫ്ലേവർ കിട്ടി. വാട്ടർ പച്ചവെള്ളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ. അപ്പം സിമിലർലി അതാണ് നമ്മുടെ കോഫിയിലും ഇൻഫ്ലുവൻസ് വരുന്ന മെയിൻ സാധനം. അപ്പോൾ നിങ്ങളൊരു കോഫി ഇനി നെക്സ്റ്റ് ടൈം കുടിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, സിറ്റ് ബാക്ക്, റിലാക്സ്, ഒരൊറ്റ സിപ്പിന് കോഫി കുടിക്കണ്ട. ട്രൈ ടു സിപ്പ് ഫസ്റ്റ് ആൻഡ് ജസ്റ്റ് തിങ്ക് വാട്ട് യു ആർ ആക്ച്വലി ഫീലിംഗ്. നിങ്ങളൊരു ബിരിയാണി കഴിക്കുമ്പോൾ കൂടി ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മളൊക്കെ ഇപ്പം നല്ല ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാരെക്കാണ്. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു, ഓടുന്നു. ഞാൻ ആരോട് ചോദിക്കണേ, എന്താണ് നിങ്ങൾക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്ത്? ആ ബിരിയാണീൻ്റെ മാതിരി തന്നെ. അല്ല, വാട്ട് എക്സാക്ട്ലി യു ടേസ്റ്റഡ്, അത് അവർക്ക് പറയാനറിയില്ല. അപ്പം ഞാൻ പറയുക വെച്ചാൽ ഒരു ഫുഡ് ആസ്വദിക്കുന്ന ആളാണെങ്കിൽ സ്ലോലി യു വിൽ സ്റ്റാർട്ട് ഡൈസെക്റ്റിംഗ് ദ ടേസ്റ്റ്. എനിക്ക് അവിടെ ആ ജിഞ്ചറിൻ്റെ ടേസ്റ്റ് കുറച്ച് ഓവർവെൽമിംഗ് ആയി തോന്നി. അല്ല, ഇവിടെ നമുക്ക് ആ ഒരു ഇതിൻ്റെ സ്റ്റാർനീസിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടോ? ഇല്ലല്ല, ഈ ബിരിയാണി ആ ബിരിയാണി വ്യത്യാസമാക്കുന്നത് ഇതാണ്. അങ്ങനെ പറയാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് പ്രൊഫൈലും ഇൻക്രീസ് ചെയ്യും, നമുക്ക് കുടിക്കുന്ന വെള്ളം പോലും ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് എൻ്റെ. ഓൾറൈറ്റ്. സോ കോഫീനെ പറ്റിയിട്ട് ഇത്രയും പറഞ്ഞു, പക്ഷേ നമുക്ക് അറിയാത്തൊരു കാര്യം, നമുക്കും ഇപ്പോഴും ഇവിടെ ക്യാപ്പച്ചീനോയും അല്ലെങ്കിൽ അമേരിക്കാനോ അത് തന്നെ നമുക്കിവിടെ എസ്പ്രസോ എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. സോ മെയിൻലി തോന്നുന്നൊരു കാര്യം പറയാറുണ്ട്, പൊതുവേ കോഫി ലവേഴ്സ് ആയിട്ടുള്ളവർ പറയാറുണ്ട്, നെവർ ആഡ് ഷുഗർ ടു ദ കോഫി, taste it as such as it is. So would you love to address that concern here? Yeah, അത് പ്രധാന കാരണം വെച്ചാൽ നമ്മൾ കൾച്ചറിൻ്റെ ഒരു പ്രോബ്ലമാണ്. സോ വി സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് അബൌട്ട്, നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫീസാണ് നമ്മൾ കുടിച്ചു തുടങ്ങിയത് നമ്മളെല്ലാവരും. സോ നിങ്ങൾ ഇന്നൊരു ഇൻസ്റ്റൻറ്റ് കോഫി ബ്രൂവിൻ്റെ കുടിച്ചു, 10 വർഷം കഴിഞ്ഞ് കുടിച്ചാലും ഒരേ ടേസ്റ്റേ കാരണം, ബിക്കോസ് ദേ ആർ മാനിപ്പുലേറ്റിംഗ് ദ കോഫി. ആ കോഫിക്ക് ഒരു ബിറ്റർനെസ്സേ ഉണ്ടാവും, ആ ബിറ്റർനെസ്സാണ് നമ്മൾ കുടിച്ചത്. അതുകൊണ്ട് നമ്മളെ മെൻറ്റാലിറ്റി തന്നെ കോഫി ബിറ്ററാണ്. ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് കോഫി ഉണ്ടാക്കാറുണ്ട്. ആൻഡ് കോഫി നാച്ചുറലി ഹാസ് സ്വീറ്റ്നസ്. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഇത്ര അങ്ങ് കോഫിക്ക് സെർവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ കുറഞ്ഞ് സെർവ് ചെയ്തേനെ കോഫി സത്യത്തിൽ. ബിക്കോസ് നമ്മളൊരു കോഫി കുടിക്കുമ്പോൾ അതിന് മധുരമുണ്ട്, പുളിയുണ്ട്, കയ്പ്പ് ഡെഫിനറ്റ്ലി ഉണ്ടാവും, കാരണം അത് കഫീനുള്ള ഡ്രിങ്കാണ്. കഫീലെ ഡ്രിങ്കിന് കഫീനിൽ നമുക്ക് ബിറ്റർനെസ് ആണ് ഫ്ലേവർ ഉണ്ടാവുക. ഇങ്ങനെയുള്ളൊരു സംഭവമാണുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നെക്സ്റ്റ് ടൈം ഇഫ് യു ആർ ഗോയിങ് ടു എനി കഫേ, സ്റ്റാർട്ട് ഡ്രിങ്കിങ് ബ്ലാക്ക് കോഫി. ആദ്യം നിങ്ങൾക്ക് ബ്ലാക്ക് കോഫിയിൽ തുടങ്ങാം, ജസ്റ്റ് അവോയ്ഡ് മിൽക്ക്. ഇപ്പം എന്തെങ്കിലും ആ കോഫിയിൽ കേടൽ മീൻസ് ലൈക്ക് ബിറ്റർനെസ് കൂടുതലുണ്ടെങ്കിൽ അതിനെ മാസ്ക് ചെയ്യാനാണ് ഇവർ ശരിക്കും വന്നാൽ പാൽ ഒഴിക്കണമെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ആ പാലും ഒഴിവാക്കി ബ്ലാക്ക് കോഫി കുടിച്ചു തുടങ്ങുക നിങ്ങൾ. ദെൻ സെക്കൻഡ് തിങ് യു വാണ്ട് ടു ഡു, സ്ലോലി യു ക്യാൻ ആക്ച്വലി റിമൂവ് ദ ഷുഗർ ഓൾസോ ഫ്രം ദ. അങ്ങനെ നിങ്ങൾ കോഫിനെ ആസ്വദിച്ചു തുടങ്ങും. ദെൻ യു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ദ റൈറ്റ് കോഫി. ഇപ്പോൾ കോഫി ഞാൻ 3 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പെട്ടെന്നായിട്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ആക്ച്വലി ഇൻസ്റ്റൻറ്റ് കോഫി. അവോയ്ഡ് ഇൻസ്റ്റൻറ്റ് കോഫി, ഗെറ്റ് റിയൽ കോഫി. ഈ റിയൽ കോഫിൻ്റെ 2 ഉണ്ട്. സ്റ്റാർബക്സ്, CCD പോലത്തെ വലിയ വലിയ ബ്രാൻഡുകളെ ഞങ്ങൾ വിളിക്കുന്നത് കൊമേഴ്ഷ്യൽ കോഫി എന്നാണ്. അവർ കോഫീൻ്റെ ഇൻഡിവിജ്വാലിറ്റിനെ നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ ഞാനൊക്കെ എന്നും ഇപ്പം കുടിക്കുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും സ്പെഷ്യാലിറ്റി കോഫിയാണ്. എന്താണ് സ്പെഷ്യാലിറ്റി കോഫി? സ്പെഷ്യാലിറ്റി അല്ല, സ്പെഷ്യൽറ്റി കോഫി. എന്താണ് സ്പെഷ്യൽറ്റി കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കോഫി പിന്നെ ആരെ പറമ്പിലാണ് ഉണ്ടാവുന്നത്, അയാൾ എന്ത് വളമിട്ടു, അവിടെ മൃഗങ്ങൾക്കും മരങ്ങൾക്കും എന്ത് കേടുപാട് സംഭവിച്ചു, അതുകൊണ്ട് ഇല്ലേ അത് എന്തുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായി, നാച്ചുറലായിട്ട് എങ്ങനെ സസ്റ്റെയിൻ പോണു മുതൽ ഈ ഫാമർ ഡയറക്റ്റായിട്ട് കഫേയിലേക്കോ അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സിനേക്കോ കോഫി എത്തിച്ചു കൊടുക്കും. അത്തരം കോഫികളെയാണ് സ്പെഷ്യൽറ്റി കോഫി എന്ന് പറയാം. അത്തരം കോഫികൾ കണ്ടെത്തി കുടിക്കാൻ നോക്കുക. നമ്മുടെ കേരളത്തിൽ സെർവ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. കോഴിക്കോട് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് സ്ഥലങ്ങൾ അങ്ങനത്തെ പോയി കുടിക്കാൻ പറ്റിയ സ്ഥലം. നിങ്ങൾ നേരെ ബീച്ചിൽ പോവുക, അവിടെ സൗത്ത് വേവ് എന്ന് പറഞ്ഞൊരു ഡ്രസ്സിൻ്റെ കട ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽറ്റി കോഫി കിട്ടും. അറായി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിൻ്റെ അവിടെ കോഫിനെ കുറിച്ചില്ല, അവിടെ പോയാൽ നിങ്ങൾക്ക് സ്പെഷ്യൽറ്റി കോഫി കിട്ടും. ഇഫ് യു ഗോ ടു കൊച്ചി, ദർ ആർ ലൈക്ക് n നമ്പർ ഓഫ് പ്ലേസസ്. നിങ്ങൾക്ക് ഇനി കോഫി ഓൺലൈനിൽ മേടിക്കണമെങ്കിലും യു ജസ്റ്റ് കോൺടാക്ട് മീ. എനിക്ക് ഒരു n നമ്പർ ഓഫ് ഫാമേഴ്സിൻ്റെ നമ്പർ തരാൻ പറ്റും, റോസ്റ്റേഴ്സിൻ്റെ നമ്പർ തരാൻ പറ്റും, എല്ലാത്തും വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ പാക്കേജ് തന്നെ ഉണ്ടാവും, ഇത് ആരെ പറമ്പെന്നാണ് അത് കൃഷി ചെയ്തത്. അതാണ് സ്പെഷ്യാലിറ്റി കോഫി. ഇനി കോഫിയിൽ മാത്രമല്ല കേട്ടോ ഈ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ സംഭവം. നമ്മുടെ നാട്ടിൽ ഇന്ന് ആളുകൾ കൃഷി ചെയ്യുന്ന അരി മുതൽ ഗോതമ്പിൽ വരെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് ആരെ പറമ്പെന്നാണ് കൃഷി ചെയ്യുന്നത് നമുക്കതിൽ വ്യക്തമായിട്ട് കാണും. ഇത് എത്ര കാശ് മുടക്കിയിട്ടാണ് അവർ കൃഷി ചെയ്തത്, എങ്ങനെ വീട്ടിലെത്തുന്നു പോലും അതിലുണ്ടാവും. ആ ലെവൽക്ക് വേൾഡ് വളർന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പലചരക്ക് കടയിൽ പോയിട്ട് 1 കിലോ അരി മേടിച്ച് തിന്നും. അതിൽ എന്തൊക്കെ മായം ചേർത്തുകളോ ഒന്നും നമുക്കറിയില്ല. ദിസ് ഈസ് വെരി ട്രാൻസ്പാരൻറ്റ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. അതൊരു ബിലീഫാണ്, അപ്പോൾ എത്തിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്നൊരു സംഭവമാണത്. അതെ, ദാറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദാറ്റ്സ് സംതിങ് ന്യൂ ഐ മസ്റ്റ് സേ. പക്ഷേ നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു നമുക്കൊരു ഫുഡ് ആസ് സച്ച് ഹോളിസ്റ്റിക് ആയിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാൻ തോന്നുന്നു അല്ലേ? അപ്പം നമ്മളിതിപ്പോൾ സ്കെയിലപ്പാണ്, വി ആർ
exploring the business opportunities in the food right now. സോ ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ബൂമിങ്. നമുക്ക് നോക്കുമ്പോൾ എല്ലാ തവണയും നമ്മളുടെ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു ന്യൂ കഫേ അല്ലെങ്കിൽ ഒരു ന്യൂ റെസ്റ്റോറൻറ്റ് ഇറ്റ് ഈസ് ഓപ്പണിംഗ് അപ്പ്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മേ ബി ലൈക്ക് അറ്റ് ദ മാക്സിമം ഒരു 5 to 6 ഇയേഴ്സിൽ പലതും ദേ ആർ ഷട്ടിങ് ഡൗൺ. ഈവൻ അവർക്ക് നല്ല ബിസിനസ് ഉണ്ടാകും, അവിടുത്തെ ഫുഡ് വളരെ ടേസ്റ്റി ആയിരിക്കാം, ബട്ട് വൈ ഡു യു തിങ്ക് ഇറ്റ് ഈസ് ലൈക്ക് വൈ ആർ ദി ഷട്ടിങ് ഡൗൺ? അത് മോർ ദാൻ എന്നെ ഒരു ഫുഡ് കോണ്ടന്റ് ക്രിയേറ്റർ എന്നല്ല, കൂടുതൽ ഞാനൊരു ബേസിക്കലി ഒരു ഡിസൈനറാണ്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഡിസൈൻ ചിന്തിക്കേണ്ട, ഐ എം എക്സ്പീരിയൻസ് ഡിസൈനർ. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ വൈ വാട്ട് ഹൗ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്തിന് ചെയ്യണം, ഇപ്പം ഞാനിവിടെ വന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താണെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടാണ് രാവിലെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇതിന് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ബിസിനസ്. ആൻഡ് ദ ഈസി വേ ടു സ്റ്റാർട്ട് ബിസിനസ് ഈസ് ഫുഡ് ബിസിനസ്. അത് തുടങ്ങാൻ എളുപ്പമാണ്, കൊണ്ട് കിടക്കാത്ര എളുപ്പമല്ല സാധനമല്ല ഇത്. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഞാൻ ഇപ്പോൾ കോഫിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്പെഷ്യാലിറ്റി കോഫിയെക്കുറിച്ച് വലിയ വലിയ വർത്തമാനം പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കോഫി ഷോപ്പ് ഇടാത്ത ഇവിടെ, ബിക്കോസ് ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. ആളുകൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. ഫസ്റ്റ് വേണ്ടത് ഏത് ഫുഡിനെ കുറിച്ചും ആളുകൾക്ക് അറിയണം. അറിയില്ലെങ്കിൽ ഒന്ന് ചെയ്യുക, നാട്ടുകാർക്ക് അറിയുന്നത് എന്താണോ അത് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കുഴിമന്തി ഷോപ്പും ബിരിയാണി ഷോപ്പൊക്കെ നിലനിന്ന് പോകുന്നത്. കാരണം ഞാനൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇന്നതാണ് ഒത്തൻറ്റിക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വൺ അക്സെപ്റ്റ്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം ഫീസിബിലിറ്റി സ്റ്റഡി. ഏത് ഫുഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ പിന്നെ കൺസൾട്ടൻസും ഫുഡ് കോൺസൾട്ടൻസും പറയുന്ന ഒരു ഫസ്റ്റ് വേർഡാണ് ഫീസിബിലിറ്റി സ്റ്റഡി. അത് കഴിഞ്ഞിട്ട് വയബിൾ ആണോ നോക്കണം. ഫീസിബിളാണ്, ചിലപ്പോൾ എനിക്കിവിടെ പെരുന്തമണ്ണ ഒരു സ്പെഷ്യാലിറ്റി കോഫി തുടങ്ങാം, ഫീസിബിളാണ്, ചിലപ്പം വർക്കാവും. പക്ഷെ അത് വയബിൾ ആണോ നോക്കണം, ആൾക്കാർ കുടിക്കുമോ എന്നുള്ളത്. ഞാൻ 100 രൂപയ്ക്ക് ഒരു കോഫി കൊടുക്കാം, അപ്പുറത്തെ കടക്കാരൻ 10 രൂപയ്ക്ക് ബ്രൂ കോഫി കൊടുക്കും, എല്ലാവരും 10 രൂപയിലെ കോഫി പോയി കുടിക്കുള്ളൂ. അപ്പോൾ അഫോർഡബിലിറ്റി വേറൊരു സാധനമാണ്, അത് ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പം കറക്റ്റ് സ്റ്റഡി നടത്താത്തതാണ് 90% ആൾക്കാർ കാരണം. ഞാൻ പറയുക നിങ്ങൾ ഫുഡ് ഇൻഡസ്ട്രി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ചെയ്യുന്ന പകരം നിങ്ങൾ കൊടുക്കുന്നത് ആർക്കാണ്? കസ്റ്റമേഴ്സിനല്ലേ. കസ്റ്റമേഴ്സിന് വേണ്ട കൊടുക്കുക, അവിടെ അതിന് കാര്യമുള്ളൂ. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇന്നോവേഷൻസ് ഒരു 10% ഒക്കെ തുടങ്ങാം. അല്ലാതെ 100% ഇന്നോവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഗോയിങ് ടു ഫെയിൽ. പക്ഷേ അത് എല്ലാ സ്റ്റോറി അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. മാറ്റങ്ങൾ വരുത്തി ഒരുപാട് പേര് നമ്മുടെ മുമ്പ് തന്നെ ഉണ്ട്. പക്ഷേ അത് അവരൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചെറുതെന്നേക്കാൻ തുടങ്ങാം. പല ആൾക്കാരും തുടങ്ങുക ഭയങ്കര ബിഗ് ആയിട്ടൊക്കെ തുടങ്ങും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ക്രോർസൊക്കെ വരും. ഇപ്പോൾ നമുക്ക് ഫോർ എ ക്ലാസിക് എക്സാമ്പിൾസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പെരുന്തമണ്ണ തന്നെ ഇപ്പോൾ ലോഫ് ഉണ്ട്. അവരിപ്പോൾ ഇന്ന് ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ലോഫിൻ്റെ മുമ്പിൽ തിരക്കാണ്. ഞാൻ പോലും ഇതുവരെ അവിടെ കയറാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് തിരക്കാണ്. അവരും സ്പെഷ്യാലിറ്റി കോഫിയും സ്പെഷ്യാലിറ്റി ബ്രെഡ് സ്പെഷ്യാലിറ്റി പേസ്ട്രി എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തിരൂർ പോയി കഴിഞ്ഞാൽ പണ്ട് എന്താ കൊടുത്തിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അവിടെ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ്, അതാണ് ഏത് സാധനം വേണ്ടത്. റൈറ്റ്. സോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ടോപ്പിക്, കാര്യം ഫുഡിൻ്റെ കേസിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ മരണങ്ങൾ സംഭവിച്ചവരെ കേൾക്കാറുണ്ട്. വെരി റീസെൻ്റ്ലി 4 വയസ്സുള്ള ഒരു കുഞ്ഞ് കേക്ക് കഴിച്ചിട്ട് പ്രശ്നം മരിച്ചതായിട്ടുള്ള ഒരു വാർത്ത അറിഞ്ഞു. ബട്ട് സംഭവം നമ്മൾ ഇത് കൺസ്യൂം ചെയ്യുന്നവരും റെസ്പോൺസിബിൾ അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. കാര്യം ആ കേക്കിൻ്റെ സ്റ്റഡി നടത്തിയപ്പോൾ ദർ വാസ് നത്തിങ് റോങ്. അവർ ഏറ്റവും ഹൈജീനിക് ആയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ഫുഡാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ നാട്ടിലുള്ള ആളുകൾക്കാണ് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അലർജീസിനെ പറ്റിയിട്ട് വളരെ വിരളമായിട്ടുള്ളവർക്ക് അറിയുള്ളൂ ഞങ്ങൾക്ക് എന്താണ് സ്യൂട്ടബിൾ അല്ലാത്ത എന്നുള്ളത്. സോ വുഡ് യു ലവ് ടു അഡ്രസ് ദിസ് കൺസേൺ ദാറ്റ് ലൈക്ക് ഫുഡ് അലർജീസിനെ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്, ആൻഡ് റാദർ ദാൻ ബ്ലെയിമിങ് ദ ഫുഡ് വുഡ് ലവ് ടു നോ യുവർ പെർസ്പെക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് അവിടെ വരും അവയർനെസ്. നമുക്ക് ഈ ഫുഡിനെ കുറിച്ചൊന്നും യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. ഇപ്പം ഞാൻ കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഞാൻ ഒരു ഫുഡിനെ കുറിച്ച് വീഡിയോ ചെയ്തു, ഓക്കെ, ഇന്ന സ്ഥലത്ത് ഇന്ന ഫുഡുണ്ട്, അതെന്താണെന്ന് അറിയാതെ നമ്മളവിടെ പോയി ട്രൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലൊരു അറബിക് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഒത്തൻറ്റിക് ടർക്കിഷ് ഫുഡൊക്കെ കൊടുക്കുന്നത്. അവർ നഷ്ടത്തിലാണ് പോകുന്നത്, ദാറ്റ്സ് കോമൺ സെൻസ്, ലൈക്ക് അത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, അറബിക് ഫുഡാണ് അവിടെ. പക്ഷേ അവിടെ ഒരു സാധാരണക്കാരൻ പോയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ തന്ന സാധനം അവിടെ എന്ത് സാധനമാണ് തരുന്നത്, ഒരു രസമില്ല, ഒരു എരിവില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ മസാല ഷവായ ആസ്വദിക്കുന്ന ആളല്ലേ, ദെൻ ദാറ്റ്സ് നോട്ട് യുവർ പ്ലേസ്. അതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതൊരു നമ്മൾ കഴിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പോലും. ഇപ്പോൾ ഈ ഫുഡ് പോയ്സണിങ് ഒരിക്കലും നമുക്ക് എന്താ പറയുക നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. അത് ടേക്ക് ഇറ്റ് സീരിയസ്, വെരി സീരിയസ്. അത് ചിലപ്പം ഉണ്ടാക്കുന്ന ആളെ കുഴപ്പമാവാം, കഴിക്കുന്ന ആളെ കുഴപ്പമാവാം. അപ്പോൾ ഈ ഷവർമ്മ നിന്ന് മരിച്ച സമയത്ത് വെറുതെ ഒരു കോമൺ ടോക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. ഒരു കുറ്റി ഷവർമ്മയിൽ ഒരു 25 കിലോ കയറ്റും, എന്നിട്ട് അത് കഴിച്ചിട്ട് ഒരാളെ മരിച്ചത്. ഈ ബാക്കി കഴിച്ച ആൾക്കാർക്കൊന്ന് അഫക്റ്റ് ചെയ്യാൻ എന്തേ എന്നൊരു ചോദ്യം. അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആ പെർട്ടിക്കുലർ പേഴ്സണ് അതിനൊരു ഫുഡ് പോയ്സൺ തന്നെ അഫക്റ്റ് ചെയ്യുമായിരിക്കും.
അതിനെക്കുറിച്ച് ആരും സ്റ്റഡി ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും അപ്പോത്തിന് പെട്ടെന്ന് വികാരഭരിതരായി വയലൻ്റായി അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം ഷവർമ്മ നാളെ മുതൽ ഇങ്ങനെ ആവണം അങ്ങനെയാണെന്ന് പറഞ്ഞു. ഷവർമ്മനെ കുറിച്ച് പറയുന്ന ഒപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം തന്നെയാണ്. ഞാൻ പറയാൻ നോർമലൈസ് ചെയ്യല്ല കേട്ടോ. ഫുഡ് പോയ്സണിങ് അടിച്ച് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് വെരി ബാഡ്. അതൊരു സൊസൈറ്റിക്കാണ് ബാഡ്, അതൊരു കമ്മ്യൂണിറ്റിക്കും ബാഡാണ്. ആ ഫുഡിനെ ഒന്നാകെ നമുക്ക് ചീത്തപ്പേരുണ്ട്. പിന്നെ കുറച്ച് നേരത്തെ ഷവർമ്മക്ക് സെയിൽ അല്ലായിരുന്നു പല സ്ഥലത്തും. അത് ഷവർമ്മൻ്റെ കുഴപ്പമല്ല, അത് ഇറ്റ്സ് ലൈക്ക് കോമൺ സെൻസിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഈ അലർജി, നമ്മൾ വേൾഡിൽ ഇപ്പം ബാംഗ്ലൂർ പോയാൽ തന്നെ നമുക്ക് മെനു എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നട്ട്സ് അലർജി ഉള്ളവർക്ക് ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഇതിൽ ഇന്ന അലർജി എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ ഇന്നേ വരെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എനിക്കൊരു അലർജി ഇല്ല, പക്ഷേ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ചില ആളുകൾ ഈ തടി വെക്കുന്ന സംഭവം ചിലപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫുഡ് അവർക്ക് പറ്റാത്ത കാര്യം. അതിന് ഈ ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറയും. ഇൻഫ്ലമേഷൻ ഫുഡ് ഡയറ്റൊക്കെ വേണമെന്നൊക്കെ ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിനെങ്ങനെ എടുക്കാമെന്ന് സീരിയസ് ആയിട്ട് പറയാൻ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ചിലപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു ബ്ലഡ് ടെസ്റ്റ് വഴിയോ ഒക്കെ കണ്ടെത്തി ഇന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പറ്റില്ല, ഇന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നോ അങ്ങനെ എന്തെങ്കിലും ചെക്ക് ചെയ്ത് പറയാൻ പറ്റും. പക്ഷേ ഇത് എല്ലാവർക്കും അത് ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യാനും പറ്റണമെന്നില്ല. പക്ഷേ നമുക്ക് ഒരു വട്ടം പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കണം. എനിവേ എനിക്ക് ഫുഡ് പോയ്സണിങ് നോർമലൈസ് ഒരിക്കലും പറ്റില്ല. ദാറ്റ്സ് വെരി ബാഡ്.